മധുര നാരങ്ങയിൽ ഇനി ഓർമ്മയിൽ സൂക്ഷിക്കാൻ. എന്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇന്നത്തെ ഓർമ്മയിൽ സൂക്ഷിക്കാനിലേക്ക് സ്വാഗതം കേട്ടോ. ഒരു കാർഡ്സിലൂടെ തുടങ്ങാം. വേറൊന്നുമില്ല, ഒഴുകുന്ന ജലവും പാറയും പലപ്പോഴും ഏറ്റുമുട്ടും. ജയിക്കുന്നത് എപ്പോഴും ആരായിരിക്കും? ജലം തന്നെ ആയിരിക്കും അല്ലെ. അതിന്റെ ശക്തി കൊണ്ടല്ല, നിർത്താതെയുള്ള പരിശ്രമത്താലാണെന്ന് തിരിച്ചറിയണം. സോ എനിക്ക് നിങ്ങളോടും എനിക്ക് എന്നോടും തന്നെ പറയാനുള്ള, എന്നും നമ്മൾ ലൈഫിൽ ഒരു മന്ത്രം പോലെ ഉച്ചരിക്കാനുള്ളൊരു കാര്യമാണ് പരിശ്രമം. ഹാർഡ് വർക്ക്, ഹാർഡ് വർക്ക്, ഹാർഡ് വർക്ക്, ഹാർഡ് വർക്ക്. ഒരു ലൈഫിന്റെ അല്ലെങ്കിൽ ലൈഫ് നമുക്ക് ഏറ്റവും മനോഹരമാക്കി മാറ്റാൻ, സക്സസ് ആയി മാറാൻ നമ്മൾ എപ്പോഴും ഉച്ചരിച്ചിട്ട് കാര്യമില്ല, അത് ബലവത്താക്കണം കേട്ടോ. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഹാർഡ് വർക്ക്, ഹാർഡ് വർക്ക്, ഹാർഡ് വർക്ക് എന്ന് പറയുന്നത്. പരിശ്രമം അല്ലെ. പരിശ്രമം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്തൊക്കെയാണോ നേടാൻ മനസ്സിലുള്ളത് ആ കാര്യങ്ങൾ നേടാൻ നമ്മൾ തയ്യാറാവുകയുള്ളൂ. മറ്റൊരാളെ കമ്പയർ ചെയ്ത് പരിശ്രമിക്കുന്നതിലല്ല കാര്യം. നമ്മളോട് മത്സരിക്കണം. പണ്ട് സ്കൂളിൽ നിന്നൊക്കെ അവൻ എന്നെക്കാളും ഒരു മാർക്ക് കൂടിയില്ലേ, അടുത്തതിന് ഞാൻ മാർക്ക് കൂടുതൽ വാങ്ങിക്കും. ആ ചിന്തയല്ല നമുക്ക് വേണ്ടത്. നമ്മളോട് മത്സരിക്കണം. 50-ന് 48 മാർക്ക് ഒരു കുട്ടിയെ കിട്ടിയെങ്കിൽ ആ കുട്ടി ചിന്തിക്കണം, അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കണമായിരുന്നു, എവിടെയാണ് എൻ്റെ 2 മാർക്ക് പോയത്? ആ 2 മാർക്കൂടെ ഞാൻ തെറ്റിയതൊന്ന് പഠിച്ചെടുത്താൽ അടുത്ത എക്സാമിന് ഞാൻ ഓക്കെ ആവും. അതാണ് മാതാപിതാക്കൾ പോലും വളർന്നു വരുന്ന കുട്ടികളെ പഠിപ്പിക്കേണ്ട. അല്ലാതെ കലോത്സവങ്ങളൊക്കെ പോകുമ്പോൾ മറ്റേ കുട്ടി ഉണ്ട് കേട്ടോ, അവിടെ നിന്നുള്ള അവളെ കടത്തി വിടണം, അല്ലെ അവനെ കടത്തി വിടണം, ഇതല്ല പറയേണ്ടത്. നീ നിന്റെ ബെസ്റ്റ് പെർഫോം ചെയ്യുക. സമ്മാനമൊക്കെ പിന്നെ കണ്ടിരിക്കുന്ന കാണികൾ, ദാറ്റ് മീൻസ് പ്രേക്ഷകരുടെ മനസ്സിലേക്കും ഹൃദയത്തിലേക്കും ആ ഒരു പെർഫോമൻസ് കയറിയാൽ തന്നെ നീ വിജയിച്ചു എന്നർത്ഥം. അത് പറഞ്ഞു വേണം പഠിപ്പിക്കാൻ. അതിപ്പോൾ എന്തിന്റെ കാര്യമായാലും. പക്ഷെ അവിടെയൊക്കെ നമുക്ക് ആവശ്യം ഹാർഡ് വർക്ക് തന്നെയാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഹാർഡ് വർക്ക് നമ്മുടെ ഉള്ളിലേക്ക്, നമ്മുടെ കുട്ടികളുടെ ആയാലും നമ്മുടെ ഉള്ളിലേക്ക് എത്തും. ഞാനൊക്കെ ഈ ആർജിയിങ്ങിലൊക്കെ 8 വർഷത്തിന് മേളിലായി. ഇപ്പോഴും ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ സത്യം പറയാലോ, അത് ഹാർഡ് വർക്കിലൂടെ തന്നെയാണ്. ഒന്ന് കഴിഞ്ഞ് മറ്റൊന്ന് ഇങ്ങനെ ചാടി പൊക്കൊണ്ടിരിക്കുകയാണ്. അതങ്ങനെയാണ്. കരിയർ എപ്പോഴും അങ്ങനെ ആക്കണം. നമ്മൾ ഒരിടത്ത് ഹോൾഡ് ഓൺ, സ്റ്റിക്ക് ഓൺ ചെയ്യാതിരിക്കാനും ശ്രമിക്കുക, മാറിക്കൊണ്ടേ ഇരിക്കുക കേട്ടോ. സോ ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രം നമുക്ക് നമ്മളെ ഉള്ളൂ എന്നും അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കണമെങ്കിൽ നമുക്ക് ഒറ്റയ്ക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നുള്ള തിരിച്ചറിവ് നമുക്ക് എന്നും ഉണ്ടാകണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് പരിശ്രമിക്കുക, വിജയത്തിലേക്ക് എത്തുമെന്ന് നിങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് തൽക്കാലം സൈനിങ് ഓഫ്. ഇറ്റ്സ് മീ RJ അരുൺ ഫ്രം റേഡിയോ ലൈം വിത്ത് ഫ്രഷ്നെസ് ഇൻ വേറെ ലെവൽ. കേൾക്കൂ റേഡിയോ ലൈമിൽ മധുര നാരങ്ങ തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകിട്ട് 5 മണി മുതൽ 7 മണി വരെ RJ അരുണിനൊപ്പം. റേഡിയോ ലൈം, UK മലയാളികളുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ. ഇത് ഫ്രഷ്നെസ് ഇൻ വേറെ ലെവൽ.